ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഏഴാമത്തെ പുട്ടാണ്. ഇതിനാവശ്യമായിട്ടുള്ളത് മുട്ടയാണ്, അഥവാ എഗ്ഗാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. 5 മുട്ട നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഉള്ളിയും പച്ചമുളകും ഒന്നും ചേർക്കാത്തവർക്ക് 7 മുട്ട ആവശ്യമാണ്. ഇതിൽ ഞാൻ സവാളയും പച്ചമുളകും ചേർക്കുന്നുണ്ട്. സവാളയും പച്ചമുളകും ഇഷ്ടമില്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം. ആദ്യം ഒരു ബൗൾ എടുക്കുക. ഇതുപോലെ 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അതിലേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞ് പച്ചമുളകും അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഇതുപോലെ സവാള ഇതിനേക്കാളും ചെറുതായിട്ട് അരിയാൻ കഴിയുമെങ്കിൽ അതുപോലെ ചെറുതായിട്ട് അരിയുക. എന്നിട്ട് അതും നന്നായിട്ട് ബീറ്റ് ചെയ്യുക. എന്നിട്ട് അല്പം ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ ബീറ്റ് ചെയ്യുക. എന്നിട്ട് ഒരു ഫ്രൈ പാനിൽ അല്പം വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് ഈ ബീറ്റ് ചെയ്തിരിക്കുന്ന മുട്ട അതിലേക്ക് ചേർക്കുക. ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിത് പുട്ടുകുറ്റിയിലിട്ട് വേവിക്കാനുള്ളതാണ്. ഇതേ സമയം തന്നെ നമ്മൾ ഒരു മുട്ട പുഴുങ്ങാൻ ഇടുക. ഞാനത് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. നമ്മൾ തേങ്ങയ്ക്ക് പകരം എഗ്ഗ് തന്നെയാണ്, ബോയിൽ ചെയ്ത എഗ്ഗ് ആണ് മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു പുട്ടുകുറ്റി എടുക്കുക. അതിലേക്ക് മുട്ട പുഴുങ്ങിയത് ഇതുപോലെ മുറിച്ച് ചേർക്കുക. എന്നിട്ട് നമ്മൾ വറുത്ത് മാറ്റിയ എഗ്ഗ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ബോയിൽ ചെയ്ത മുട്ടയും കൂടെ വെച്ച് വേവിച്ചെടുക്കുക. മുട്ട ആയതുകൊണ്ട് തന്നെ വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. സാരമില്ല, പുട്ട് നന്നായിട്ട് വരും. ഞാനിത് ചെയ്യുന്ന സമയത്ത് മുട്ടയിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു, പക്ഷേ പുട്ട് നന്നായിട്ട് തന്നെ വന്നു. പിന്നെ ഇതുപോലെ ഒരു ഹാഫ് ബോയിൽ മുട്ടയും കൂടെ ചേർത്ത് സെർവ് ചെയ്യാം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.